ക്ലീറ്റസേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വാർഡിലെ റോഡിൻ്റെ പണിയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം നീ ഉണ്ടാക്കിയേ പറ്റൂ. ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കണത്? എല്ലായിടത്തും അവൻ കയറി വെട്ടി പിടിക്കല്ലേ? ഇടേ ആ പ്രദീപ് കോൺട്രാക്ടർക്ക് കൊടുത്താൽ 4 കാശ് നമ്മുടെ കയ്യിലിരിക്കും. ഇടേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണത്? നമുക്ക് അവനെ ഒതുക്കണം, ആ മെമ്പർ അമ്പിളിക്കുട്ടനെ. അപ്പോൾ അവനെ ഒതുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ അവൻ ഏതൊരു കളിക്കുമെന്ന് ഞാൻ നോക്കട്ടെ, അവൻ കളിക്കട്ടെ. ക്ലീറ്റസേ, ഈ ഒരു തുക്കട മെമ്പറിനെ ഒതുക്കാൻ പറ്റില്ലെങ്കിൽ നീ ഈ വെള്ളം ഇട്ടുകൊണ്ടാണ്, എന്നിട്ട് ഒരു കാര്യമില്ല. സാറേ, നീ ആവശ്യമില്ലാതെ പറയല്ലേ. ഒതുക്കണ കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു വഴിയാണ് ഞാൻ ആലോചിക്കണേ. എന്തെങ്കിലും വഴി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ എന്തായാലും അടിയോട്ടെ പറ. നമുക്ക് അവനെ തട്ടിയാലോ? ആര് തട്ടും? നീ തട്ടുവോ? തട്ടിയിട്ട് നീ പോയി അകത്ത് കിടക്കോ ഗോതമ്പുണ്ട തിന്നാൻ? അല്ല സാറേ, നമുക്ക് അങ്ങനെ തട്ടാ, എന്നിട്ട് പോലീസിന് ഡെമ്മി പ്രതി കൊടുത്താൽ പോരെ? എന്നിട്ട് നിന്റെ അമ്മായിയപ്പനെ ഡെമ്മി പ്രതി ആയിട്ട് അകത്ത് ഇടുമായിരിക്കും അല്ലേ? കുറെ കഷ്ടം തന്നെ. നിന്നെ ഏത് സമയത്ത് പാർട്ടികൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്തോ. ക്ലീറ്റസേ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്ത്? കോമളം പോയാൽ തട്ടിട്ട് എന്നിട്ട് നമുക്ക് നടരാനെ അങ്ങ് ഡമ്മി പ്രതിയാക്കാം. അതിനാണ് ഞാൻ റെഡിയാ. അത് കൊള്ളാം. അതോടെ ഈ ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടുമല്ലോ. പറയണേ, രണ്ടുപേരും കൂടെ മുൻകൈ എടുക്കുവോ? തട്ടാൻ ഞാൻ റെഡിയാ. ഇവിടെ റെഡിയാവും. എന്റെ പൊന്നെ, ഇങ്ങനെയുള്ളവന്മാരെ വെച്ചോണ്ട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കണേ? ക്ലീറ്റസേ, ഈ മണ്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കാതെ നീ ഇതിനെ പറ്റി എന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്കും. കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ഒരു ആലോചനയിലാണ്. നമ്മൾ ഏടുപിടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാർക്ക് നമ്മളിൽ മോശമായ ഒരു ധാരണ വരാൻ പാടില്ല. അത് ശരിയാ. വളരെ ബുദ്ധിപൂർവ്വമുള്ള നീക്കത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ. അതെന്താ വെച്ചാൽ ഞാൻ ആലോചിച്ച് കണ്ടെത്തിക്കോളാം. എടാ, ഇതെവിടെ ഫോൺ വെച്ചേക്കണ? എത്ര നേരെ വിളിക്കണു? അതെ, ഇന്ന് നമ്മുടെ മറ്റേ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പറമ്പാട്ടോ ശരിയാക്കണേ. പിന്നെ ക്ലീറ്റോ ശരിയാക്കി ബാക്കിയായി. എവിടുന്ന് ക്ലീറ്റോ എത്ര നാളായി കയറി ഇറങ്ങി നടക്കണ പഞ്ചായത്തില്? ഒന്നും നടന്നില്ല. ഇതിപ്പോ നമ്മുടെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ശരിയാക്കി. അത് ശരി, നീ വിളിച്ച് പറഞ്ഞായിരുന്നല്ലേ? അതാണ്. എന്തായാലും നന്നായടാ. ഇന്നിപ്പോ ചെയ്യും. അതെ, ഞാൻ ഈ തുണി മടക്കി വെച്ചിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചായിരുന്നു. എന്നാ ശരി. ഞാൻ വിളിക്കാം, ഇടയ്ക്ക് വിളിക്കാം. ശരി. അവളെന്തേ? ശരി ശരി ശരി. പറഞ്ഞേക്കാം, ഞാൻ അമ്പിളിക്കൂടെ ഞാനോട് പറഞ്ഞേക്കാം. ഓക്കേടാ, ശരി. ഇന്ന് വരുമോന്നറിയില്ല. ശരി, ഇന്ന് പോണ്ടേ? കനകൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വായിലിപ്പോ നാവെടുത്ത എപ്പോഴും അമ്പിളി അമ്പിളി എന്നുള്ളൊരു പേര് വരുള്ളൂ അടി. പിന്നെ അമ്പിളിക്കൂട്ടൻ ചേട്ടൻ കമ്പിളിക്കൂട്ടൻ ചേട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? അവൻ എന്തത്രയും വലിയ സംഭവം ചെയ്തേ? രാവിലെ തുടങ്ങിയല്ലോ. എന്താ ചെയ്തെന്നുള്ളത് അറിഞ്ഞൂടെ? ഇതെങ്ങനെ? അപ്പൊ എങ്ങനെ ഇവിടെ ഈ പറമ്പിലെ പണി നടക്കാൻ പോണ എങ്ങനെയാ നിങ്ങളെ ശരിയാക്കിയത്? ഞാനത് അപേക്ഷ കൊടുത്തിരുന്നതാണല്ലോ. കൊടുത്തിരുന്നതാ? അതെന്തായിരുന്നു? ഗോപാലപിള്ള ചേട്ടന്റെ വീടും കഴിഞ്ഞു. അവരുടെ വീട് 11ാമതാ കിടന്നത്. ക്ലീറ്റോ തന്നെയല്ലേ വന്ന് പറഞ്ഞത്? സീനിയോറിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ടേ ആവുള്ളൂ. ഇപ്പൊ എങ്ങനെ നടന്നു? സീനിയോറിറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ നടന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. അവൻ എന്താ ഇപ്പൊ നമ്മുടെ കുടുംബത്തോട് ഇത്ര താല്പര്യം? നമ്മുടെ അനാവശ്യം പറയണ്ട. ക്ലീറ്റോ എങ്ങോട്ടാണ് ഈ വണ്ടി പിടിച്ച് പോണേ? മനസ്സിലാവണുണ്ട്. എന്ത് മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഒരു വസ്തുതയില്ല കേട്ടോ. അയാൾ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വീടുന്നല്ല, എല്ലാവർക്കും അയാൾ നന്മ ചെയ്യുന്നത്. ഭയങ്കര നന്മ തന്നെ അവൻ ചെയ്യണത്. അവൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത് ഇപ്പൊ എന്റെ അടുത്താണ്. എനിക്കാണ് ഇപ്പൊ ഏറ്റവും നന്മ കൂടുതൽ ചെയ്തോണ്ടിരിക്കണത്. എനിക്ക് എല്ലാം മനസ്സിലാവണ്ട. ഞാൻ പൊട്ടനല്ല കേട്ടോ തങ്കം. എന്താ ക്ലീറ്റോന് പണ്ടത്തെ എന്തോ കാര്യം മനസ്സിൽ വെച്ചിട്ട് ക്ലീറ്റോ കാണിക്കുന്നത് ഭയങ്കര വൃത്തിയേടാ. അയാൾ എന്ത് ദ്രോഹ ക്ലീറ്റോനോട് കാണിച്ച വൃത്തിയോടൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഞാൻ കാണിക്കുന്നത് പറയണതാണ് നിനക്ക് കുഴപ്പം. എന്ത് വൃത്തിയേടാ കാണിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അവനെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ പഞ്ചായത്തിൽ എന്തുമാത്രം കരാറുകളാണ് എന്റെ വേണ്ടപ്പെട്ടവർക്ക് കിട്ടേണ്ടത്, അതെല്ലാം അവൻ കാരണം തട്ടി നശിപ്പിച്ചിരിക്കുക. ഇപ്പൊ വല്ല ചില്ലറ കിട്ടിയോണ്ട് അതില്ലാതായി. ഇപ്പൊ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വന്നതാണ് നിങ്ങളുടെ കരാറ് പോവാൻ കാരണം. തന്നെടി, അവൻ തന്നെയാണ് കാരണം. അവൻ ക്ലീറ്റോനെ തലയ്ക്ക് വെളിവില്ല. അതാ. തലയ്ക്ക് എങ്ങനെ വെളിവ് വരും? വീട്ടിൽ വന്ന് കമ്പിളി. ക്ലീറ്റോൻ ഇപ്പൊ എന്താ വേണ്ട? ഞാൻ ആ മനുഷ്യന്റെ പേര് പറയുന്നില്ല. തീർന്നോ? നീ പറയൂ. ഒരു ചേട്ടായി നിങ്ങൾക്ക് അയാളെ തോപ്പിച്ചാ മതിയോ? എനിക്കറിയാം അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. നിന്റെ സഹായത്തിന്റെ കുറവേ ഉള്ളൂ. ഒന്നുമല്ല, എനിക്ക് അമ്പിളി ചേട്ടനൊന്നുമല്ല വലുത്. എനിക്ക് എന്റെ ക്ലീറ്റോ തന്നെ വലുത്. അടുത്ത ഇലക്ഷന് ഇങ്ങോട്ട് നോക്ക്,
അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് അമ്പിളിക്കുട്ടൻ ചേട്ടനെ നിങ്ങൾ മത്സരിച്ച് തോപ്പിക്കണം. പറ്റും? നീ കളിയാക്കിയതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചേട്ടാ കൂടുതലും കൊണ്ട് നീളിക്കണ്ട. അപ്പൊ ജയിക്കൂല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കല്ലേ. എബ്രഹാം ലിങ്കൺ അറിയാമോ? ആ മനുഷ്യനുണ്ടല്ലോ 10-15 വാർഡ് ഇലക്ഷനിൽ തോറ്റതിന് ശേഷമാണ് അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത്. അതുപോലെ ഞാനും ആവും. എനിക്ക് ഓൾറെഡി ഒരു ദിവസം. നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും ആവണ്ട. പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു 100 വോട്ട് അതൊപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റൂല ക്ലീറ്റോ. അവനവന്റെ നില മറന്ന് പെരുമാറണ്ട. പറ്റില്ല. അടുത്ത ഇലക്ഷൻ പറ്റിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അടുത്ത ഇലക്ഷൻ വരെ മിണ്ടാതിരുന്നോ. തങ്കം തങ്കം പന്നൂല്ലേ? തൊഴിലുറപ്പുകാരെല്ലാരും ഉണ്ടല്ലോ. പോട്ടെ, ഞങ്ങളൊന്ന് ജീവിച്ചു നോക്കട്ടെ. അയ്യോ, നിങ്ങൾ ജീവിക്കണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞേ? ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണം നിങ്ങളൊക്കെ ആണല്ലോ. അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. പിന്നെ പണിയൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടല്ലോ. ഞാൻ വേറെ 1-2 സ്ഥലത്തൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ ഇത് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുൻകൈ എടുത്ത് അപേക്ഷ കൊടുത്തോണ്ട് ഇത് പെട്ടെന്ന് റെഡിയായതേ. അപ്പൊ അമ്പിളി മെമ്പർ പറഞ്ഞത് അവര് ശരിയാക്കിയെന്നാണല്ലോ. ആര് പറഞ്ഞു? അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അമ്പിളി ഇടപെടാൻ. ഇത് ഞാൻ മുൻകൈ എടുത്തോണ്ട് ഇതൊക്കെ നടന്നേ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലെന്നേ. പിന്നല്ലേ അമ്പിളി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് ഈ പണിക്ക് പോരുന്നത് 3000 രൂപ ഷർട്ടാ. ഇതോ? പിന്നെ പഴയ ഷർട്ട്, നരച്ച ഷർട്ട്. എങ്ങനെ നരകാതിരിക്കും? എപ്പോഴും ഷർട്ടൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടേ കഴുകൂ. പറഞ്ഞാ കേൾക്കണ്ടേ? നീ വാഷിംഗ് മെഷീൻ മേടിച്ചാടി? പണ്ടേ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ. അതെ, ഇതൊന്ന് പിടിച്ചേ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം. നിങ്ങൾക്കുള്ള വെള്ളം കുടിക്കാൻ കുറേ വെള്ളം കൂടി മാത്രമല്ല. അകത്തോട്ട് വന്നേ. ഗ്ലാസ് മേടിച്ചോടി. ഒന്ന് വന്നേ. വെള്ളം ഒരുപാട് കുടിക്കാനുള്ളതല്ലേ. അതെ, ഇവളുടെ ദാരിദ്ര്യം ഒരു കാലത്തും തിരികെയല്ല. വാഷിംഗ് മെഷീൻ മേടിച്ചത് തള്ളി തന്നെ. നിങ്ങൾ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നത് നിങ്ങൾ എന്നെ നാണം കെടുത്താൻ തന്നെയാണോ? കർത്താവേ, ഞാൻ പെണ്ണുങ്ങളോട് ഇച്ചിരി വർത്താനം പറഞ്ഞ് നിനക്കെന്താ നാണക്കേട്? ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടോ ക്ലീറ്റോ? വാഷിംഗ് മെഷീൻ എടീ, ഇവിടെ ഇച്ചിരി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിനക്ക് ഗമക്കുറവൊന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഗമ വേണ്ട. കാരണം അവർക്കൊക്കെ അറിയാം ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാന്ന്. ആ ചേച്ചി എനിക്ക് കൈ പാടില്ലാതെ വന്നപ്പോഴത്തേനും വന്ന് തുണി തിരുമ്പി തന്നത്. അത് എനിക്കറിയാമോ? എന്നോടൊരു വാക്ക് പറയണ്ട. ഒരു കാര്യം ഞാൻ പറയാം, അത് കംപ്ലൈന്റ് ആയിരിക്കും. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. ദൈവത്തെ ഓർത്ത് വാ തുറക്കാതിരുന്നാ മതി. പിന്നെ ഈ പണി ആരാ ശരിയാക്കിയതെന്ന്? ഇപ്പം ഈ തൊഴിലുറപ്പിൻ്റെ അത് ഞാനല്ലേ അപേക്ഷ കൊടുത്തത്. അപേക്ഷ എത്ര മാസമായി അപേക്ഷ കൊടുത്തിട്ട്? അപേക്ഷ കൊടുത്തിട്ട് 1-2 മാസമൊക്കെ ആയി. എത്ര? 3 അല്ലെങ്കിൽ 4 മാസമായിട്ടുണ്ടാവും. 5 മാസം കഴിഞ്ഞ്. ആ 5 മാസം കൊണ്ട് നിങ്ങളെ കൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യമാണ് ആ ചേട്ടൻ 3 ദിവസം കൊണ്ട് നടത്തിയത്. അവൻ മലമറിച്ചിട്ടൊന്നും അല്ല. ആ ശരി, നിങ്ങൾ മലമറിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ ആ ക്രെഡിറ്റ് ആരോടും പറയണ്ട. അവിടെ പോയി തള്ളുകയും വേണ്ട. ആ എന്റെ ക്ലീറ്റോ, നിങ്ങൾ എന്നെ നാണം കെടുത്തല്ലേ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അവരുടെയൊക്കെ മുഖത്ത് എനിക്ക് നോക്കേണ്ടതാ. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണോ? എന്നാലും തരക്കേടില്ല, പൊയ്ക്കോ. എന്നിട്ട് രാത്രിയായിട്ട് വന്നാൽ മതി. ഇല്ലടി, ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോവാ. എന്തെങ്കിലും പറഞ്ഞത് പറഞ്ഞാൽ മതി. തങ്കം വരുന്നില്ലേ? സമയം പോയി. ഇല്ലില്ല, അതെ ഞാൻ ഇവിടെ ഒരു സാധനം എടുത്തു വെക്കായിരുന്നു. ഇപ്പൊ വരാച്ചി. ചേച്ചിയൊക്കെ അവിടെ നിന്ന് തുടങ്ങും. നീ ഇവിടെ വെട്ടടി. ഞാനിവിടെ വെട്ടിക്കോളാം. എടി അവിടെ തേങ്ങ അടപ്പുണ്ട്, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. തുടങ്ങിയോ? ആ തുടങ്ങി. വാ വീഴല്ലേ? പുളി വേണ്ട, പുളി ഞാൻ ആ പുളി മരത്തിന്റെ വീട്ടിൽ നിന്നൊരു പുളി വാഷിംഗ് മെഷീൻ മേടിച്ചെന്ന് പറഞ്ഞല്ലോ ശരിയാണ്. നിന്റെ കിട്ടിയവനെ വാഷിംഗ് മെഷീൻ മേടിച്ചെന്ന് പറഞ്ഞല്ലോ ശരിയാണോ? മേടിച്ചെന്ന് പറഞ്ഞാല് പുതിയതല്ലേ ചേച്ചി? ക്ലീറ്റോന്റെ പാർട്ടിയിലെ പ്രസിഡന്റിന്റെ വീട്ടിലെ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ച്. അപ്പൊ പഴയത് അവിടെ ഇരിക്കുന്നോണ്ട് ക്ലീറ്റോ അത് വീട്ടിലോട്ട് എടുത്തിട്ട് വന്നു. പക്ഷെ ക്ലീറ്റോ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പൈസ ചെറുതെന്തോ പൈസ കൊടുത്തു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് പറ്റൂല ചേച്ചി, അഴുക്കൊന്നും പോകൂല, മെനയാകൂല. അപ്പൊ ഞാൻ പറഞ്ഞു വൈകുന്നേരം എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അതൊന്നും വൈകുന്നേരം കൊണ്ടുപോകും. ഞാനെ കൊച്ചിന്റെ ഒരു വിധിയേ. വേറെ ആരെയും കണ്ടില്ലേടി കൊച്ചെ? അയ്യോ ക്ലീറ്റോ, ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെയല്ല. പാർട്ടിയിൽ വലിയ ജോലിയുള്ള ആളല്ലേ. തന്നെയുമല്ല ഇപ്രാവശ്യം ഇലക്ഷന് മന്ത്രിയാവും എന്നൊക്കെ പറയണ്. പാവത്തിനെ പറ്റിക്കണേ. തുടങ്ങിയ പണിയൊക്കെ ക്ലീറ്റോ പൊക്കോ. ക്ലീറ്റോ ഞങ്ങൾ ചെയ്യണല്ലേ? ഇല്ല, ഇതൊക്കെ ഒന്ന് കാണണ്ടേ, എന്താണ് നിങ്ങളുടെ പണി എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. പിന്നെ നമ്മുടെ ഈ പണിയുണ്ടല്ലോ 10 ദിവസം 7 ദിവസം കൊണ്ടാണ് തീർക്കാനുള്ളത്. അത് 70 ദിവസം ആക്കി കളയരുത് കേട്ടോ. എന്താവും കുടിക്കോ?
ഏയ് ഞാനേ ഈ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. ആ വേറൊരു കാര്യം, ഇന്നത്തെ പത്രം ആരെങ്കിലും വായിച്ചോ? ഇല്ല. എവിടെ പത്രം വായിക്കണേ? എങ്ങനെ പത്രമൊക്കെ വായിച്ചു? വീട്ടിൽ ഇവിടെ പണിയില്ല, പിന്നെ പത്രം വരുമ്പോ ആ പത്രം കൂടെ എടുത്തുകൊണ്ട് വന്നൂടെ? എത്രയോ സമയം വെറുതെ ഇരിക്കണം, അപ്പൊ അത് വായിച്ചൂടെ? നിങ്ങൾക്ക് എല്ലാം ഗുണമുണ്ടാണ് ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. അത് ആരാ അതിന്റെ പിന്നിൽ അറിയാമോ? ഈ ഞാനാ. നിങ്ങളുടെ ഈ തൊഴിലുറപ്പുകാരുടെ ജോലി ഭാരം കുറയ്ക്കുക, നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, പിന്നെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നിങ്ങൾക്ക് വിശ്രമം, വെയിലടിക്കാൻ പാടില്ല. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അമ്പളി മെമ്പറല്ലേ അമ്പളി മെമ്പറല്ലേ? കമ്പിളി മെമ്പർ ഒന്നും അല്ല. എന്താ കമ്പിളി മെമ്പർ അല്ലേ? ഞാൻ തങ്കത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് സാധിച്ചു കൊടുത്തത്. അല്ല നിങ്ങൾക്കല്ലേ ഇപ്പൊ കമ്പിളി മെമ്പറെ അറിയാവൂല്ലേ? നമ്മളീ കിടന്ന് കഷ്ടപ്പെടണേക്ക് വെറുതെ ആണെന്ന്. നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് അതെ. പിന്നെ ഞാനേ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ അടുത്ത മാസം ഈ ബാലദിനം പറഞ്ഞുണ്ട്. ബാലദിനം. ശിശുദിനം. ഇത് ശിശുദിനം നവംബർ 14-ാം തീയതി. ഇത് ബാലദിനം. ബാലദിനം എന്ന് പറഞ്ഞാൽ ബാലന്മാർക്കുള്ള ദിനം. പിന്നെ ഇനി കൗമാര ദിനമുണ്ട്, യൗവന ദിനമുണ്ട്, ശിശുദിനം, ഇതെല്ലാം ഉണ്ട്. ഇത് ബാലന്മാരെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ, ഇടത്തരം പിള്ളേരല്ലേ. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കരമായ ബാലവേല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം. അല്ല, അതിന് അങ്ങനെ ബാലവേല ചെയ്യിക്കാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നല്ലോ. എൻ്റെ പൊന്ന് തങ്ക, അങ്ങനെ നിയമമുണ്ട്. പക്ഷേ എന്നിട്ട് ഇവിടെ ഇപ്പോഴത് നടക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ? അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി എല്ലാ അമ്മമാരെയും നിന്നും ഒപ്പ് മേടിക്കാൻ പോയി. എന്നിട്ട് ഇത് പ്രധാനമന്ത്രിക്ക് കൊടുക്കും. നമ്മൾ കൊടുത്തിട്ട് ഈ ബാലവേല നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. പത്രത്തിൽ വരാൻ ഞങ്ങളുടെ പാർട്ടി തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒപ്പ് ശേഖരിച്ചതിന് ശേഷം പത്രത്തിൽ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അമ്മമാരും എല്ലാവരും ഒരു ഒപ്പിട്ട് തരണം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ബാലവേല ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. ബാലവേല ഇല്ലല്ലോ, നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് രഹസ്യമായിട്ട്. പക്ഷേ തമിഴ്നാട്, കർണാടക, ഇത് ഓൾ ഇന്ത്യ ലെവലിലാണ് ഞങ്ങളെ പാർട്ടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒപ്പിടണം കേട്ടോ. പിന്നെ നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ? 40 പേര് നമ്മളായി. പിന്നെ മറ്റേ മോളിയുടെ വാർഡ് അവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് 10-30 പേര്. അപ്പോൾ അതായി. പിന്നെ ബാക്കി ഞാൻ പിടിച്ചോളാം. ഞാനേ ഒപ്പിടാനുള്ള കടലാസ് എടുത്തുകൊണ്ട് വരാം. എല്ലാവരും ഒപ്പിടണം. പിന്നെ അറിയാന്നുള്ള എല്ലാവരെയും കൊണ്ട് ഒപ്പിടിക്കാൻ വേണം കേട്ടോ. നാടിനൊരു നല്ല കാര്യം നടക്കട്ടെ അല്ലേ? പിള്ളേരുടെ കാര്യത്തിലൊന്നും ഗ്ലീറ്റ് അങ്ങനെ കള്ളത്തരം കാണിക്കൂല. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലല്ലോ ചേച്ചി. നമ്മുടെ നാട്ടിൽ നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഒപ്പിട്ട് കൊടുത്തേക്കുന്ന ഞാനും ഒപ്പിടുന്നുണ്ട്. നടക്കട്ടെ, നമ്മൾ ഒപ്പിട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഇത്ര നേരം ഇരിക്കണം? സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലോ. എന്താ പ്രത്യേകത? ഇത് വെക്കണ പറമ്പാണ്, അതുകൊണ്ടാണ്. ഇവിടെ അല്ലാതെ എല്ലായിടത്തും പോകുമ്പോ ഇരിക്കാന്ന് പറയും. പുതിയ കണ്ടുപിടുത്തം. നിന്റെ കയ്യിൽ നിന്നല്ല കാശ് തന്നെ, ഗവൺമെന്റ് അല്ലേ കാശ് തന്നെ. അതിനിപ്പോ ആരെന്ത് പറഞ്ഞു? ഞാൻ എഴുന്നേക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, വെറുതെ പറഞ്ഞു അവിടെ റെസ്റ്റ് ചെയ്തിട്ട് മതി, സാവകാശം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും പേരെഴുതി ഒപ്പിട്ടെ. ഇവിടെ നിന്ന് തുടങ്ങിക്കോ ശരിയായിട്ട് സന്തോഷത്തോടെ നടക്കണം. നമ്മുടെ നാട്ടിൽ ഇനി ബാലവേല പാടില്ല. എഴുതി ഒപ്പിട്ടോ. ആ ഒന്നും എഴുതിയിട്ട് ബാലവേലയുടെ എഴുതിയ മാറ്റർ ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് DTP എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിതും പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നിനക്ക് ഇപ്പോഴും നീ ആ ഷൂ തന്നെ ഒപ്പുന്നുണ്ട്. ഒരു മാറ്റമില്ല, എല്ലാ ഷൂ തന്നെ. എന്നാൽ പിന്നെ ഞാൻ ഒരു ഷൂ ഫുള്ളായിട്ടൊക്കെ വരച്ചാൽ മതി. അതാ പേരെഴുതി ഒപ്പിടണേ. ഷൂ തന്നെയാണ്. പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ തൊഴിലുറപ്പിൽ വരികയില്ല. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തൊരു സന്തോഷമല്ലേ, നല്ല കാര്യത്തിനാണ് നമ്മൾ ഒപ്പിടണത്. ഒന്ന് ചിരിച്ചോണ്ട് ഒപ്പിട്. ആ അമ്മച്ചി അങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ ആ അമ്മച്ചിയുടെ മകളെ കെട്ടിച്ചിട്ടേ
ഒരു പണിക്ക് വിലക്കും പോകാത്തൊരു മരുമകനാണ് അമ്മച്ചിക്ക് കിട്ടിയേക്കണം. ആ അമ്മച്ചി മകളും വിലയെടുത്തോണ്ട് വരുമ്പോൾ തിന്നേച്ച് അവന് 4 നേരം ഇങ്ങനെ ഈ ചുറ്റടപ്പാണ് അവൻ്റെ ഇടക്ക് ചീട്ട് കളി. അവൻ എന്താ പണിയെന്ന് പറഞ്ഞു? അവന് ഇത് തന്നെ പണി, ഈ നടപ്പ്. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും. ഭായിമാരെ കൊണ്ട് വിലപ്പിച്ച് തിന്നേച്ചും ആണെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് കളിയോ. ഇതിന് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ പേപ്പർ കൊണ്ടുപോകാം, ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട് തരാം. അല്ല നമുക്കത് ചെയ്യാം. ആദ്യം നമ്മുടെ ഈ ബാലദിനത്തിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെയുള്ള തെണ്ടികളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഒപ്പിട്ടല്ലോ, സന്തോഷം. ഇനി ബാക്കിയുള്ളവരടുത്തൊക്കെ ഒന്ന് പറയണം, നമുക്ക് ഒപ്പിടിക്കണം കേട്ടോ. ഞാൻ കൊണ്ടുവരാമേ. തക്ലിയായി ഇനി വാ മോളെ. ഇന്ന് ഡാഡി വരുമ്പോ എന്താ മേടിച്ചോണ്ട് വരണം? ചോക്ലേറ്റാ? ചോക്ലേറ്റ് മാത്രമേ, ഐസ്ക്രീമും കൂടെ മേടിച്ചോണ്ട് വരണം. ഡാഡിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള ദിവസം. വാങ്ങിച്ചോണ്ട് വരുവടി. ഡാഡി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിവിടെ വെച്ച തങ്കം തങ്കം എടി ഞാനിവിടെ വെച്ചിരുന്ന കവർ എന്ത് ചെയ്ത്? തക്കളി ഡാഡി വെച്ചിരുന്ന കവർ എന്ത് ചെയ്ത്? ഞാൻ എവിടെ ആ കവറോടെ വെച്ചിരുന്നല്ലോ. ഞാൻ അതേണ്ട അലമാരയുടെ സൈഡില്. എന്ത് കവർ ക്ലീറ്റോ? ഈടെ ഞാൻ ആ പ്രധാനമന്ത്രിക്ക് നമ്മുടെ ബാലപീഡനത്തിന് കവർ ആരെടുത്ത്? ഇവിടെ ഞാൻ ഇപ്പൊ അവിടെ വെച്ചിട്ട് കുളിക്കാൻ കയറുമ്പോ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് പോയല്ലേ. അവിടെ ഉണ്ടാവും. അവിടെ ഇല്ലാതെ തമാശ കളിക്കരുത്. എടുത്തെങ്കിൽ ഓടുന്നു. കളിക്കല്ലേ ഇതൊക്കെ. ഞാൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം മുടങ്ങി കഞ്ഞി കറി ഇത് വായിച്ചു കേൾക്കണം എനിക്ക്. അത് വായിക്കാനൊന്നുമില്ല. അത് നമ്മൾ അവിടെ പോയിട്ട് ഇപ്പൊ എല്ലാരും കൂടി ഇരുന്ന് വായിക്കാനുള്ളതാണ്. അല്ല അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ഒപ്പിട്ടല്ലേ ക്ലീറ്റോ. നീ കളിക്കാതെ എടുക്കുന്നുണ്ടോ? ഇത് എന്റെ കയ്യിലുണ്ടല്ലോ. അതെ, അവിടെ പാർട്ടി പ്രസിഡന്റ് എല്ലാവരും വെയിറ്റ് ചെയ്യണം. എനിക്ക് പോയിട്ട് അവരൊരു 10 മിനിറ്റും കൂടി നിന്നോളൂ. ഓ നീ കളിക്കാതെ ഇങ്ങ് എടുത്തേ. അത് ഇതൊന്ന് വായിച്ചു വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റില്ല, വായിക്കേണ്ട കാര്യമില്ലല്ലോ. ക്ലീറ്റോ ഞാൻ തമാശ പറഞ്ഞല്ലോ. ഇതിനകത്ത് എന്തൊക്കെ പൊട്ടത്തരം എഴുതി വെച്ചേക്കണേന്ന് അറിയില്ല. വല്ല അക്ഷരത്തെറ്റോ ഗ്രാമർ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തള്ളി പോവാ. ഇത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇതിന് DTP എടുത്തിട്ട്. ഇതിപ്പോ ആരാ എഴുതിയത്? ക്ലീറ്റോ ആണ് എഴുതിയത്? ആയിക്കോട്ടെ, ഞാൻ തന്നെ എഴുതിയത്. അതാണ് എനിക്ക് സംശയം. ക്ലീറ്റോന്റെ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റോ ഇല്ലയോ? എനിക്ക് വായിക്കാൻ പറ്റില്ല. എങ്ങെടുക്ക് വായിക്കാതെ ക്ലീറ്റോ ഇടുന്ന പോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റോ ഇല്ലയോ? എനിക്ക് തമാശ കളിച്ചോണ്ടിരിക്കുന്ന സമയം നീ കളിക്കാൻ എടുത്തേ. ചൂടാവാണോ? ചൂടാവാണ്. നീ എന്താ തമാശ കളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വായിച്ചാ കുഴപ്പം? എനിക്ക് അതിപ്പോ വായിക്കേണ്ട കാര്യം എന്താണ്? എന്താ വായിച്ചാ ഞാൻ എഴുതിയത് ബോധത്തോട് കൂടി എഴുതിയ കാര്യങ്ങൾ തന്നെയാണ്. അതിനിപ്പോ വായിച്ച എല്ലാവരും കേൾപ്പിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ ഇല്ലയോ? എനിക്ക് സൗകര്യമില്ല. എനിക്ക് നല്ല സൗകര്യമുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യം ഉണ്ടാവോ? തങ്കം അതെടുത്തേ. അനങ്ങാതെ നിൽക്ക് ക്ലീറ്റോ. കളിക്കല്ലോ ക്ലീറ്റോ അനങ്ങാതെ നിൽക്ക് ക്ലീറ്റോ. എടുക്കല്ലേ, ഞാൻ കവറിന്റെ ഉള്ളിൽ നിന്ന് എടുക്കട്ടെ, വായിക്കട്ടെ. ക്ലീറ്റോ കേൾക്കണോണ്ട് എന്താ ബുദ്ധിമുട്ട്? അത് എനിക്ക് കേൾക്കണ്ടേ? ആ എന്താ തരാന്നേ, ഞാൻ തരാൻ. ക്ലീറ്റോ ക്ലീറ്റോ എന്തിനാ വെപ്രാളപ്പെടണേ? അത് വായിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്താ അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണം. ക്ലീറ്റോ കേൾക്കണം. ബാലപീഡനം നിർത്തണ്ടേ നമുക്ക്? ബാലപീഡനത്തിനുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. എന്തിനാ വായിക്കണത് ഇപ്പൊ? ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ. ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ മുൻപാകെ പാങ്ങോട് 5-ാം വാർഡിലെ സ്ത്രീകൾ നൽകുന്ന പരാതി എന്തെന്നാൽ, കഴിഞ്ഞയിടെ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അമ്പിളിക്കുട്ടൻ അധികാര ദുർവിനിയോഗം നടത്തുകയും ഞങ്ങൾ സ്ത്രീകളോട് പ്രായഭേദമന്യേ അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ മാനസികവും ശാരീരികവുമായ പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും ഞങ്ങൾ സ്ത്രീകൾ വിധേയരാകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആയതിനാൽ ഞങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ടിയാനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പാങ്ങോട് 5-ാം വാർഡിലെ സ്ത്രീകൾ. രേഷ്മ, മിനി, ബിന്ദു, മഞ്ജു, തങ്കം, ബേബി, മേരി എല്ലാവരുടെ ഒപ്പമുണ്ട്.
Alien versus Alien.